പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആഴ്ചപ്പെടുന്നതിൻ്റെ 1-ാം ദിവസം നമുക്ക് ഒരുമിച്ച് ആലയത്തിൽ കടന്നു വന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ ദൈവം ചെയ്തതായ ഉപകാരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ വചനവുമായി നിൽക്കുവാൻ ദൈവം അതിനെ യോഗ്യനാക്കി. യോഗ്യതകൾ മനുഷ്യമായ രീതിയിൽ ഒന്നുമില്ലായിരുന്നുവെങ്കിലും ദൈവം യോഗ്യനാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുഖവരെയായി ഞാൻ ഒന്നും തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം എന്നോട് ഇടപെട്ടതായ ചില പോർഷനുകൾ നിങ്ങളോടും ഒപ്പമായി ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി 2 സാമുവേൽ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യം. 2 സാമുവേൽ 3-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യം. സകല ജനവും കരഞ്ഞു. രാജാവ് അബ്നേരിനെ കുറിച്ച് വിലാപഗീതം ചൊല്ലിയതെന്തെന്നാൽ, അബ്നേർ ഒരു നീചനെ പോലെ മരിക്കേണ്ടത്. നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങല ഇട്ടിരുന്നില്ല. നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ. സകല ജനവും അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. കണ്ണാടി എടുത്തിട്ടില്ല. നമ്മളൊരു കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ വേറൊരു തോട്ടോടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് മുഖവരെയായിട്ട്. അതായത് ദൈവം ആദിയിൽ എന്ത് ചെയ്തു? ആകാശവും ഭൂമി, അല്ലെങ്കിൽ ഭൂമിയെയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചതിന് ശേഷം പിന്നീട് എന്തിനെ ഉണ്ടാക്കി? പിന്നെ ആരെ ഉണ്ടാക്കി? മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ദൈവം ചെയ്തു? സ്വസ്ഥമായിട്ടിരുന്നു. അതായത് മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം ദൈവം എല്ലാം തികച്ചതിന് ശേഷമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. പിന്നെ മനുഷ്യൻ എന്ത് കൊടുത്തു? മനുഷ്യന് സകല അടക്കി വാഴുവാനായിട്ടുള്ളതായ അധികാരം ദൈവം കൊടുത്തു. അത് മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അവിടെ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിനുശേഷം വീണ്ടും യേശു കാൽവറിയിൽ ഭൂജാതനായതോടുകൂടി, അല്ലെങ്കിൽ അതിനുശേഷം കാൽവറി മരണത്തോടുകൂടി, അല്ലെന്നുണ്ടെങ്കിൽ പാതാളത്തിൽ ചെന്ന് സാത്താന്യ ശക്തികളെ അതിനെ കീഴ്പ്പെടുത്തിയതിനു ശേഷം മനുഷ്യൻ ആ നഷ്ടപ്പെട്ടതായ ആ ഫ്രീഡം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് തിരികെ കൊടുത്തു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞ പോർഷന് ദൈവം സകലതും സൃഷ്ടിച്ചതിന് ശേഷം സകലവും മനുഷ്യനും, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ വേണ്ടതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനുഷ്യൻ അത് ഹാൻഡ് ഓവർ ചെയ്തു. അതേ സെയിം ലെവലില്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനെ വീണ്ടും യേശു വന്നതിന് ശേഷം മനുഷ്യന്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി കൊടുത്തു? എല്ലാവർക്കും വേണ്ടിയാണ് കൊടുത്തത്. യേശുവിന്റെ വരവോടുകൂടി ആർക്ക് കൊടുത്തു? എല്ലാവർക്കും കൊടുത്തു. പക്ഷെ എന്നുണ്ടെങ്കിൽ എങ്ങനെ? ആർക്ക്? പ്രത്യേകിച്ച് വിശ്വസിക്കുന്നവർക്ക് ആ പൂർണ്ണ അധികാരം, അടക്കി വാഴുവാനായിട്ടുള്ളതായ പൂർണ്ണ അധികാരം ദൈവം മനുഷ്യന് കൊടുത്തു, അല്ലെങ്കിൽ ദൈവ മക്കൾക്ക് കൊടുത്തു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം, ഇനി ഒന്ന് തരണേ എന്നുള്ളതായ രീതിയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് അക്കോർഡിംഗ് ടു ദൈവത്തിന്റെ വചനപ്രകാരം. ഇനി നമ്മൾ ആ രീതിയിലുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശങ്ങളെ നമ്മൾ അത് തിരിച്ചറിയണം. പക്ഷെ എന്നുണ്ടെങ്കിൽ അവകാശങ്ങളെ പലപ്പോഴും ശത്രു, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ശത്രു അതിനെ തടഞ്ഞു വെക്കാം. അതിനെതിരായിട്ട് നമുക്ക് ഒരു ഫൈറ്റിംഗ് ഉണ്ട്. അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അത് മാത്രമല്ല, ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കുകയും നമ്മളുടെ ജീവിതം ദൈവവചനപ്രകാരമായിരിക്കുകയും ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ദൈവം നമ്മളെ രക്ഷിച്ചു, അല്ലെങ്കിൽ ദൈവം നമുക്ക് അധികാരം തന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ, മറിച്ച് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ദൈവവചനപ്രകാരം നമ്മൾ ജീവിച്ചില്ലെങ്കിൽ ഈ അധികാരങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. താങ്ക് യു ലോർഡ്. അപ്പൊ എപ്പോഴും ഒരു ദൈവവചനത്തിൽ മനസ്സിലാക്കേണ്ടത്, വചനപ്രകാരം നമ്മൾ ജീവിക്കണം. ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ ജീവിക്കണം. നമ്മുടെ വാക്കുകളായാണെങ്കിലും
നമ്മുടെ ചിന്തകളാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും എവരിതിങ് എല്ലാം ദൈവഹിതപ്രകാരം തന്നെ ആയിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. അതും നമ്മളിപ്പോൾ അടുത്ത നമ്മൾ വായിച്ചതായ പോർഷനിലേക്ക് വരുന്നു. അവിടെ 2-3 വ്യക്തികളെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ ഞാൻ ഈ ഒരു വേർഡാണ് എന്നെ സ്ട്രൈക്ക് ചെയ്ത്. അതായത് ഒന്നുകൂടെ നമുക്ക് വായിക്കാം. രാജാവ് അബ്നേറിനെ കുറിച്ച് വിലാപ ഗീതം ചൊല്ലിയതെന്തെന്നാൽ, അബ്നേർ ഒരു നീചനെ പോലെ മരിക്കേണ്ടത്. നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങല ഇട്ടിരുന്നില്ല. നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകുമ്പോൾ നീ പട്ടുപോയല്ലോ. സകല ജനവും അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. യെസ്, അതായത് അവിടെ ഇപ്പം പറഞ്ഞേക്കുന്നത്, അതായത് ശൗലിന്റെ പടനായകനായിരുന്ന അബ്നേറിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ശൗലിന്റെ പടനായകൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അതിന്റെ ശമൂവേല് 1 ശമൂവേൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ശൗലിന്റെ സഹോദരന്റെ മകനായിരുന്നു ഈ അബ്നേർ. ഈ ശൗലിന്റെ സഹോദരന്റെ മകനായിരുന്നു ഈ അബ്നേർ. താങ്ക്യൂ. അങ്ങനെ ഈ അബ്നേർ ശൗലിന്റെ അടുത്ത് വളരെ വിശ്വസ്തനായ ഒരു പടനായകനായിരുന്നു. ഈ പടനായകനായിരുന്ന ഈ അബ്നേർ ശൗലിനോട് ചേർന്ന് നിന്ന് തൻ്റെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചും വളരെ വിശ്വസ്തയോടുകൂടിയൊക്കെ നിന്നിരുന്നു. അതിനുശേഷം ഈ ശൗൽ ആരായിരുന്നു? ശൗലും ദൈവത്തിന്റെ ഒരു ഭൃത്യനായിരുന്നു. അപ്പൊ ഈ ഭൃത്യനോട് കൂടെ നടന്ന്, ദൈവത്തിന്റെ ഭൃത്യനായ ശൗലിനോട് കൂടെ നടന്ന് അവന് വേണ്ടതായ എല്ലാ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തതായ ഒരു പടനായകനായിരുന്നു ഈ അബ്നേറിന്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം, നമുക്ക് മനസ്സിലാക്കാം. അബ്നേർ ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവം ആരെന്നുള്ള കാര്യം നന്നായിട്ട് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. താങ്ക്യൂ. എന്നാൽ ഇവിടെ ദാവീദ് എന്താണ് പറയുന്നത്? നീ എങ്ങനെ മരിച്ചു? നീ എന്തുകൊണ്ട് ഇപ്രകാരം, അല്ലെങ്കിൽ ഒരു നീചനെ പോലെ നിനക്ക് മരിക്കുവാനായിട്ട് ഇടവന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നീ ഒരു നീചനെ പോലെ മരിച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക്. താങ്ക്യൂ. അപ്പം ഈ ശൗലിന് ഒരു പടനായകൻ ഉണ്ടായിരുന്നത് പോലെ, അല്ലെങ്കിൽ ഈ അബ്നേറിനെ പോലെ തന്നെ ദാവീദിനും ഒരു പടനായകൻ ഉണ്ടായിരുന്നു. ആ പടനായകന്റെ പേരാണ് യോവാബ്. യോവാബ് എന്ന പടനായകനും ദാവീദിന് യോവാബ് എന്ന പടനായകനും ശൗലിന് അബ്നേർ എന്ന പടനായകനും ഉണ്ടായിരുന്നു. ഈ 2 പേരും അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, 2 പേരുടെയും യജമാനന്മാരായിരുന്നു? രാജാക്കന്മാരെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് യഹോവയുടെ അഭിഷക്തന്മാരായിരുന്നു. യഹോവയുടെ അഭിഷക്തന്മാരുടെ ശുശ്രൂഷക്കാരായിരുന്നു ഈ യോവാബും അബ്നേറും. താങ്ക്യൂ ലോർഡ്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അവരുടെ എൻഡ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അത്ര നല്ലതല്ലാത്ത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 പേരും നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ 2 പേരും വളരെ വിശ്വസ്തന്മാരായ സേനാധിപന്മാരായിരുന്നു. എങ്കിലും അവരുടെ എൻഡ് അവസാനം അത്ര നല്ല രീതിയിലായിരുന്നില്ല. താങ്ക്യൂ. ഒരു ദൈവം ഇതിൽ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടതായ ഒരു കാര്യം, ഇന്നത്തെ ലെവല് നോക്കിയാൽ പോരാ, നമ്മൾ ജീവിക്കുമ്പോൾ, അതാണ് നമ്മൾ ഇപ്പൊ എടുത്തു പറഞ്ഞത്, എങ്ങനെ ജീവിക്കുന്നു, ദൈവഹിതപ്രകാരമായിരിക്കണം. ഒരിക്കൽ കോളിംഗ് ഉണ്ടായിരുന്നു, ഒരിക്കൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, അതുപോരാ. താങ്ക്യൂ. നമ്മൾ അവസാനം വരെയും വിശ്വസ്തരായിട്ട് ആർക്ക്? ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കണം. ദൈവവചനം എവിടെ ഈ ശൗലിന്റെയും അല്ലെങ്കിൽ ദാവീദിന്റെയും സേനാധിപന്മാരായിരിക്കുന്ന സമയത്തും അവർക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഈ രാജാവിനെ മാത്രം നോക്കിയാൽ മതിയോ? പോരാ. സൃഷ്ടിച്ചതായ സൃഷ്ടാവ്, അല്ലെങ്കിൽ ഈ സേനാധിപന്മാരുടെ അല്ലെങ്കിൽ ഈ അഭിഷിക്തന്മാരുടെ ദാവീദിന്റെയോ അല്ലെങ്കിൽ ശൗലിന്റെയോ ദൈവം അവരുടെയും ദൈവമാണ്. ഈ അബ്നേറിന്റെയും യോവാബിന്റെയും ദൈവമാണ് അവരുടെ ആ സെയിം ദൈവം തന്നെയാണ് ഈ
ഈ ശൗലിൻ്റെയും ദാവീദിൻ്റെയും ദൈവം. അതുകൊണ്ട് എപ്പോഴും എന്തായിരിക്കണം? രാജാക്കന്മാരെ ഉപരിയായിട്ട് ദൈവത്തെ നമ്മൾ മാനിക്കണം. നമ്മുടെ ജീവിതം എപ്പോഴും ദൈവഹിത പ്രകാരമായിരിക്കണം. എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? അബ്നേർ വളരെ വളരെ നന്നായിട്ടുള്ളതായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഞാൻ ഓടിപ്പോകട്ടെ. ശൗല് മരിക്കുന്നു. ശൗല് മരിക്കുന്നതായ ശേഷവും അബ്നേർ വളരെ വിശ്വസ്തനായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ആ സമയത്ത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അബ്നേർ എന്ത് ചെയ്തു? ഈ അസഹേലിനെ കൊന്നു. ആ കൊന്നത് ആർക്ക് പിടിച്ചില്ല? ദാവീദിന്റെ പടനായകനായിരുന്ന യോവാബിന് പിടിച്ചില്ല. യോവാബ് അന്നു മുതൽ ആർക്കെതിരായിട്ട് വന്നു? അബ്നേറിനെതിരായിട്ട് വന്നു, കൊല്ലുവാൻ വേണ്ടി. താങ്ക്യല്ലോ. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് പല പ്രാവശ്യം ആര് വാണിംഗ് കൊടുത്തു? ഈ അബ്നേർ വാണിംഗ് കൊടുത്തു. നമ്മൾ അതിനൊക്കെ ആത്മീയ അർത്ഥം മനസ്സിലാക്കണം. നമ്മൾ ഒരു മനുഷ്യൻ്റെ പിന്നാലെ പരിഹസിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്തി, നമ്മളിപ്പം ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ പിന്നാലെ ഒക്കെ പരിഹസിച്ചും എടുത്തും ഒക്കെ നടക്കുമ്പോഴത്തെ നിവൃത്തിയില്ലാതെ വന്നു കഴിയുമ്പോഴത്തേക്ക്, എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നീ എന്തിനങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലോ സഹികെട്ട് അബ്നേറിന് ഒരിക്കലും ഈ അഹസലിനെ കൊല്ലുവാനായിട്ട് ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ കൊന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ അവൻ്റെ സഹോദരനായ യോവാബ് ഇപ്പം എന്ത് ചെയ്യുന്നു? ഈ അബ്നേറിനെതിരായിട്ട് എഴുന്നേൽക്കുക. നിന്റെ സഹോദരൻ ചെയ്ത തെറ്റാണ്. ആ തെറ്റ് നീ മനസ്സിലാക്കണം. അവൻ മനഃപൂർവ്വം അല്ല കൊന്നത്. അന്ന് മുതൽ ആ വൈരാഗ്യം, അത് ഇവിടെയെല്ലാം നടക്കുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെയെല്ലാം ഇവർ സ്വയം ഉയർത്തുക, സ്വയം തീരുമാനമെടുക്കുക, ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകുന്നു. ഇത് വല്ലതും ദാവീദ് വല്ലതും അറിയുന്നുണ്ടോ? ദാവീദ് ഈ വൈരാഗ്യങ്ങളൊന്നും അറിയുന്നില്ല. എങ്കിലോ അതിനുശേഷം കാലങ്ങളൊക്കെ മുന്നോട്ട് പോയതിനു ശേഷം അപ്പം നമുക്കറിയാം അവിടെ ശൗല് മരിച്ചു. ശൗല് മരിച്ചതിന് ശേഷം ഈ അബ്നേറിന് ഒരു കാര്യം അറിയാം. എന്ത്? വാഗ്ദത്തമുള്ളവനാണ് ആര്? ദാവീദ്. താങ്ക്യൂ. തൻ്റെ യജമാനായ ശൗല് മരിച്ചുവെങ്കിലും വാഗ്ദത്തമുള്ളതായ ഒരു യജമാനനുണ്ട്. അത് ദാവീദാണെന്നുള്ള കാര്യം അബ്നേറിന് നന്നായിട്ട് അറിയാം. താങ്ക്യൂ. അബ്നേർ എന്ത് ചെയ്തു? അബ്നേർ ഈ ദാവീദിനെ അതിൻ്റെതായ രീതിയിൽ ടേക്ക് കെയർ ചെയ്തു. എന്നാൽ അബ്നേറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം, അബ്നേറിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ, എനിക്ക് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അബ്നേറിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? അതായത് നമ്മൾ മനസ്സിലാക്കുക എന്താണ് അബ്നേറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അബ്നേർ ഈ ശൗലൊക്കെ മരിച്ചതിന് ശേഷം ഇവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒരു സ്വല്പം ഒരു നിഗളം വരുന്നു, ഒരു ഗ്രീഡ്നെസ്. അബ്നേർ വളരെ വിശ്വസ്തനായ മനുഷ്യനായിരുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒടുവിൽ ശൗല് മരിച്ചതിന് ശേഷം വളരെ വിശ്വസ്തനായ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് എന്ത് സംഭവിക്കുന്നു? അതായത് നല്ലൊരു ഭാഷയായിരുന്നു, പക്ഷെ അല്പം നിഗളം വരുന്നു. നിഗളം വന്നതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ശൗലിൻ്റെ വെപ്പാട്ടിയായിരുന്ന, അല്ലെങ്കിൽ ഞാനല്ലേ പറയുന്നത്, അല്ലെങ്കിൽ വെപ്പാട്ടിയായിരുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഈ അബ്നേർ ചെല്ലുന്നു. ഈ അബ്നേർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്താ അവിടെ നടക്കുന്നത്? അവിടെ ആര് ചോദ്യം ചെയ്യുന്നു അതിനെ? അതായത് ശൗലിൻ്റെ മകനായ ഈശ്ബോശേത്ത് അവിടെ ജീവിച്ചിരിക്കുക. തൻ്റെ അപ്പൻ്റെ വെപ്പാട്ടിയുടെ അടുത്ത് ഈ അബ്നേർ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈശ്ബോശേത്ത് അവിടെ അവന് ചോദിച്ചു. അപ്പോൾ അവൻ സൗണ്ട് ഇച്ചിരി വ്യത്യാസപ്പെടുത്തി ഒരു വാണിംഗ് ആണ് ഈശ്ബോശേത്തിന് കൊടുത്തത്. അതായത് തൻ്റെ അപ്പൻ്റെ കാര്യം അല്ലെങ്കിൽ ഇപ്രകാരം ഒരു തെറ്റ് ചെയ്ത കാര്യം ഈശ്ബോശേത്ത് അല്ലെങ്കിൽ ശൗലിൻ്റെ മകനായ ഈശ്ബോശേത്ത് ചോദിച്ചപ്പോൾ ഒരു വാണിംഗ് അവിടെ കൊടുക്കുക. ഒരു വാണിംഗ് കൊടുക്കുക. ഞാൻ ആരാണെന്നറിയാവോ? ഞാൻ അല്ലെങ്കിൽ സാധാരണക്കാരനൊന്നും അല്ല എന്നുള്ളതായ
ഒരു വലിയ ഒരു അഹംഭാവം അബ്നേറിൻ്റെ ജീവിതത്തിലേക്ക് വരുക. അതോടുകൂടെ തീർന്നു. നീ ആരായിരിക്കുന്നു എന്നുള്ളതല്ല, ഇൻ ദ പ്രസൻറ്റ് ആരായിരുന്നു എന്നുള്ളതല്ല, ഇപ്പോൾ നീ എന്തായിരിക്കുന്നു, നിൻ്റെ അവസ്ഥ എന്താ. നിൻ്റെ യജമാനനെ ഒരു ജീവിച്ചിരുന്ന സമയത്ത് നീ വളരെ വളരെ പ്ലീസ് ചെയ്ത് നീ യജമാനെ സ്വീകരിച്ചു. പക്ഷെ എന്നുണ്ടെങ്കിൽ യജമാനൻ മരിച്ചതിന് ശേഷം നീ ചെയ്യരുതാത്ത കാര്യം നീ ചെയ്തതിന് ശേഷം ചോദിച്ചവരോട് പോലും അല്ലെങ്കിൽ തെറ്റ് തിരുത്താൻ വന്നവരോട് പോലും അവൻ വളരെ മോശമായ രീതിയിൽ അവനോട് സംസാരിക്കുന്നു. ഒരു ദൈവം ഇതിലെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഹംബിൾ. നമ്മൾ അല്ലെങ്കിൽ ലോകത്തിലെ യജമാനൻ ജീവിച്ചിരിക്കുമ്പോഴല്ല, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. യജമാനന്റെ മുകളിൽ വേറൊരു യജമാനനുണ്ട്. യജമാനന്റെ മുകളിലുള്ള യജമാനനെ നീ ആദരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവവചനത്തിന് വിപരീതമായിട്ട് മനുഷ്യരെയൊക്കെ മറച്ചു വെക്കാനായിട്ട് പലർക്കും സാധിക്കും. പക്ഷെ ദൈവത്തെ മറച്ചു വെക്കാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ മുമ്പാകെ എല്ലാം നഗ്നവും മലർന്നുമായിട്ട് കിടക്കുന്നു. ആര് എന്ത് പ്രസംഗിച്ചാലും, അബ്നേർ ആരായിരുന്നാലും, ഏത് പടനായകനായിരുന്നാലും, ദൈവത്തെ നീ നിഗ്ലക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷം വരുമെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കുന്നു. എന്നാൽ അതിനപ്പുറത്തായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ അബ്നേർ എന്ത് ചെയ്യുന്നു? അബ്നേർ പിന്നെ ദാവീദുമായിട്ട് ഒരു ഉടമ്പടിയൊക്കെ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു. അബ്നേർ എന്ത് ചെയ്യുന്നു? അബ്നേർ ഈ ദാവീദിന്റെ അടുക്കലേക്ക് ചെന്ന് ഒരു സെറ്റിൽമെന്റ് ഒക്കെ ചെയ്യുന്നു, ഒരു ഉടമ്പടിയൊക്കെ അവിടെ ചെയ്യുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ യോവാബ് പിന്നെയും ഈ മനസ്സിൽ പക വെച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? അതായത് യഥാർത്ഥത്തിലുള്ളതായ റിയലായിട്ടുള്ള തെറ്റ് മനസ്സിലാക്കാതെ സഹോദരൻ ചെയ്തതായ തെറ്റിനെ ന്യായീകരിച്ച് നിൽക്കുന്ന ഒരു യോവാബ്. താങ്ക്യൂ. ആ യോവാബ് എന്ത് ചെയ്യുന്നു? ആ യോവാബ് വന്നിട്ട് ഈ അബ്നേറിനെ കൊല്ലുന്നു. താങ്ക്യൂ. ആ കൊന്നതിന് ശേഷം നടക്കുന്ന ചില കാര്യങ്ങൾ ദാവീദ് അവിടെ പറയുന്നു. അയ്യോ, അതാണ് നമ്മൾ വായിച്ചത്. യോവാബ് അവിടെ മരിച്ചതിന് ശേഷം അബ്നേർ ഇവിടെ മരിച്ചതിന് ശേഷം യോവാബിനോട് ചില കാര്യങ്ങളൊക്കെ ദാവീദ് വിളിച്ച് പറയുക. നീ എന്തുകൊണ്ട് അബ്നേറിനെ കൊന്നു? അവൻ ഒരു സമയത്ത് ആരുടെ പടനായകനായിരുന്നു? എൻ്റെ യജമാനൻ്റെ, അല്ലെങ്കിൽ മീൻസ് ദാവീദ് പോലും പറഞ്ഞു, അവൻ്റെ യജമാനൻ്റെ അല്ലെങ്കിൽ യഹോവയുടെ അഭിഷക്തൻ്റെ പടനായകനായിരുന്ന അബ്നേറിനെ യോവാബെ നീ എങ്ങനെ കൊന്നു? നിനക്കെങ്ങനെ ധൈര്യം വന്നു അവനെ കൊല്ലുവാനായിട്ട്? നീ എന്തുകൊണ്ട് ചെയ്തു? ഈ നീചമായ പ്രവൃത്തി നീ ചെയ്തു. പിന്നെ ദാവീദ് അവിടെ വല്ല കോംപ്രമൈസും ഉണ്ടോ? ദാവീദിനെ സംബന്ധിച്ച് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ, ദാവീദ് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ ദാവീദ് അവിടെ സറണ്ടർ ചെയ്യും. രണ്ടെന്ന് പറയുമ്പം ദാവീദ് എന്ത് ചെയ്യും? എനിക്കില്ലോ ദാവീദ് എപ്പോഴും നീതിക്ക് മാത്രം നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, അനീതിക്ക് കൂട്ടു നിൽക്കുന്ന ഒരു മനുഷ്യനല്ല. ദാവീദിന്റെ തന്നെ പടനായകനായിരുന്നു ആരെ? ഈ യോവാബ്. ദാവീദ് ജീവിച്ചിരിക്കുക, യോവാബും ജീവിച്ചിരിക്കുക. പക്ഷെ എന്നുണ്ടെങ്കിൽ തെറ്റ് യോവാബ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ദാവീദ് അന്നേരം തന്നെ അവന്റെ മുഖത്ത് നോക്കി പറയുക, നീ ശാപം വലിച്ചു വച്ചിരിക്കുക, നീ ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ് നീ ചെയ്തത്. അങ്ങനെ മുഖത്തു നോക്കി പറയുന്ന ഒരു ദാവീദ്. പിന്നെ യോവാബിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. ദാവീദ് വളരെ വിഷമത്തോടുകൂടി ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു. യോവാബിനെ അവിടെ കൊന്നില്ല ദാവീദ്.
മറ്റുള്ളവരെ കൊന്നവരെ ദാവീദ് അവിടെ കൊന്നില്ല. പക്ഷെ ജീവിതത്തിലെ വീട്ടിലെ ശാപം, തലമുറയിൽ ശാപമുണ്ടാകുന്ന കാര്യം ദാവീദ് അവിടെ പറയുക. എന്തുകൊണ്ട് ദാവീദ് പറഞ്ഞു? ദൈവത്തിൻ്റെ അഭിഷക്തൻ അതിൻ്റെ പടനായകനായിരുന്ന യോവാബിനെ നീ കൊന്നു. നീ സത്യം അറിയാതെ നീ കൊന്നു. യോവാബിൻ്റെ ജീവിതത്തിൽ തെറ്റൊക്കെ ഉണ്ടായിരുന്നു, അത് ദൈവമായിട്ട് തീർക്കട്ടെ. നീ എന്തിനൊക്കെ അതിൻ്റെ പുറകെ പോകണം? നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇൻവോൾവ് ആകരുത്. അത് നമ്മുടെ ബിസിനസ് അല്ല, അത് നമ്മുടെ പരിപാടിയല്ല. ദൈവമായിട്ടുള്ളത് കാര്യങ്ങൾ ദൈവമായിട്ട് തന്നെ അത് തീർക്കട്ടെ. എങ്കിലോ നമ്മൾ കഴിയുമെങ്കിൽ ദാവീദിനെ പോലെ മിണ്ടാതിരിക്കുക. നമ്മളെ തന്നെ മനസ്സിലാക്കുക. ദാവീദ് എപ്പോഴും എന്ത് ചെയ്തു? ഈ ശൗല് മരിച്ചപ്പോഴോ അല്ലെങ്കിൽ ഈ ശൗലിൻ്റെ ഭൃത്യന്മാരൊക്കെ മരിച്ചപ്പോഴോ ദാവീദ് അവിടെ സന്തോഷിക്കുവാണോ? ഒരിക്കലുമല്ല. ദാവീദ് മനസ്സിലാക്കുന്നത്, ദാവീദ് എപ്പോഴും ആരെ ഭയപ്പെട്ടിരുന്നു? ജീവനുള്ള ദൈവത്തെ, അല്ലെങ്കിൽ തൻ്റെ യജമാനായ ദൈവത്തെ ദാവീദ് എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും എങ്ങനെ ജീവിക്കണം? ദൈവഹിതപ്രകാരമായിരിക്കണം. അല്ല മറ്റുള്ള മനുഷ്യൻ പറയുന്നതിനെല്ലാം നമുക്ക് അതിന് ചാടിക്കയറി മറുപടി പറയുക, അല്ലെങ്കിൽ അവരോട് ഞാൻ സംസാരിച്ചിരിക്കും. നോ, ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ പറയുന്നതെല്ലാം ദൈവഹിത പ്രകാരമായിരിക്കണം. നമ്മുടെ ജീവിതം തന്നെ ദൈവഹിത പ്രകാരമായിരിക്കണം. നമ്മുടെ പ്രവർത്തികൾ ദൈവഹിത പ്രകാരമായിരിക്കണം. ആയിരുന്നാൽ എന്തു സംഭവിച്ചു? പിന്നീട് ദാവീദിനെ ദൈവം അവനെക്കുറിച്ച് ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു. രാജാവാക്കി അവനെ വാഴിച്ചു, അവൻ്റെ തലമുറയെ മാനിച്ചു. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ദാവീദിലേക്ക് വന്നു. വിശ്വസ്തനായിരുന്ന ഒരു ദാവീദിനെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിശ്വസ്തത പ്രവർത്തിച്ചതായ ഈ രണ്ട് പടനായകന്മാർക്കും, ഒന്ന് ഈ ശൗലിന്റെ പടനായകനായിരുന്ന ആരായിരുന്നു? ശൗലിന്റെ പടനായകൻ അബ്നേറിനും, പിന്നെ യോവാബ് ആരുടെ പടനായകനായിരുന്നു? ദാവീദിന്റെ പടനായകനായിരുന്നു. രണ്ടു പേർക്കും എന്ത് സംഭവിച്ചു? നല്ലപോലെയൊക്കെ ഓടി, പക്ഷെ എന്നുണ്ടെങ്കിൽ വിരുദ് പ്രാപിക്കാൻ പറ്റിയില്ല. നമ്മൾ ഒരു ദൈവത്തിൽ എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഓട്ടം നമുക്ക് വിരുദ് പ്രാപിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വിരുദിന് തടസ്സമായിട്ട് നിൽക്കുന്നതായ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ നമ്മൾ അനുവദിക്കരുത്. പല ടെംപ്റ്റേഷനൊക്കെ വരും. എങ്ങനെ വന്നു? യോവാബിനെയൊക്കെ എങ്ങനെയാണ് ഈ പിശാച് വേറെ രീതിയിൽ അറ്റാക്ക് ചെയ്തത്? ടെംപ്റ്റേഷൻ വന്നു അവനെ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ശൗലിൻ്റെ ആരായിരുന്നു? എന്താ പേടാ ഉപയോഗിക്കുന്നത്? ശൗലിൻ്റെ മീൻസ് ഒരു ഹൂസ് ദാറ്റ് ലേഡി? വെപ്പാട്ടി, അതിന് വേറൊരു പേര് പറയുമല്ലോ, വാട്ട് ഈസ് ദാറ്റ്? അല്ലെങ്കിൽ ആ ഒരു വെപ്പാട്ടിയുടെ അടുത്തേക്ക് എങ്ങനെ ഈ യോവാബ് ചെന്നു? അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരു പൈശാചിക ശക്തി. ഈ ശക്തി ഇന്ന് ലോകത്തിലെല്ലായിടത്തും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദൈവവൈതൽ ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞിട്ട്, എങ്ങനെ ഒരു ദൈവവൈതൽ എപ്പോഴും മനസ്സിലാക്കണം, അതെന്നെ ചതിക്കുവാനാണ്, എൻ്റെ ദൈവവുമായിട്ടുള്ളതായ ബന്ധം നശിപ്പിക്കുവാനായിട്ടാണ്. ആ ബന്ധം നശിപ്പിക്കാതെ നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുവാനായിട്ട് സാധിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വേണ്ടത്, നമ്മൾ പോകേണ്ടതും നമ്മൾ ചെയ്യുന്നതും എല്ലാം ദൈവഹിതപ്രകാരമായിരിക്കണം, ദൈവത്തിൻ്റെ പ്ലാനും പ്രകാരം ആയിരിക്കണം. ദൈവത്തിൻ്റെതായ ആ പ്ലാനും പ്രകാരം, പദ്ധതി പ്രകാരം പോകുമ്പോൾ ദൈവം നമ്മളെ മാനിക്കും. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ ഏറ്റുപറഞ്ഞ് ദാവീദിനെ പോലെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസ്ഥനിൽ നീതിയോടെ നിൽക്കുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. താങ്ക് യു.